കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് മാറുന്ന നിങ്ങളോ ഓരോ സപ്പോർട്ട് ലൈക്കും ഒക്കെ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് മനസ്സിനെ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ചു പോവാണ്. ഇത്രയും ദിവസം മനസ്സിന് ദയയുടെ മാധവന്റെ കുഞ്ഞു മരിച്ചുപോയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവസാന നിമിഷത്തിലാണ് മനസ്സിനെ ആ സത്യങ്ങൾ അറിയുന്നത്. ഡോക്ടർ വന്നിട്ട് സംസ്കരിക്കേണ്ട ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ പറയുന്ന സമയത്ത് പെട്ടെന്നാണെങ്കിൽ മനസ്സിനിക്ക് ഒരു വെപ്രാളുണ്ടായി. മനസ്സിന് നേരെ മാധവന്റെ അടുത്തേക്കുള്ളൂ. എന്താടാ പറഞ്ഞേ ഈ ഡോക്ടർ? എന്താ പറഞ്ഞേ? കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യം ആരുടെ കുഞ്ഞിന്റെ? നീ എന്തിനാ സൈൻ ചെയ്ത് കൊടുക്കുന്ന? വല്ലവിന്റെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് നീ എന്തിനാ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് ചോദിക്കാം. അത് കേട്ടും ദയ വളർന്ന് കരയാണ്. മോൾ എന്തിനാ കരയണേ? എന്തിനാ കരയണേന്ന് ചോദിക്കണം. പെട്ടെന്ന് സേതുലക്ഷ്മി ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നിൽക്കും. ഇല്ല ഡോക്ടർ, എന്താ കാര്യം? കുഞ്ഞ് മരിച്ചായിരുന്നു പുറത്തു വന്നേന്ന് പറയണേ. മരിച്ചോ? അതെ, കുഞ്ഞ് മരിച്ചാണ് പുറത്തു വന്നേന്ന് പറയാ. കുഞ്ഞ് വയറ്റി കിടക്കുന്ന മരിച്ചായിരുന്നു പറയാണ്. തല കറങ്ങുന്ന പോലെ തോന്നി മനസ്സിന് ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. പിന്നീട് മാധവന്റെ അടുത്തേക്ക് മനസ്സിന് പാഞ്ഞു ചെല്ലുവാണ്. എന്നിട്ട് സത്യം പറയടാ, ഈ ഡോക്ടർ വന്ന കാര്യം സത്യമാണോന്ന് ചോദിക്കുക. അതേമ്മയെന്ന് പറയണം. അപ്പൊ നീയും ഇവളെല്ലാം ചേർന്നിട്ട് എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചോണ്ടത് കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നാ. ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. എന്നാലും ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലാടാ, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചായിരുന്നു. അതെ, അവളാണ് ഇതിന്റെ പിന്നില്. ആ ഇഷിത അവള് മനഃപൂർവ്വം ചെയ്താ. ഇത് ഞാനങ്ങനെ പൊറുക്കൊന്നും സഹിക്കുന്ന ആരും പ്രതീക്ഷിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണേ. ഇത് കേട്ട സേതുലക്ഷ്മി ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ അനാവശ്യം ഇടുതാ പറയണേ? ഇവിടെ ആരും കൊന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ മോളെ കൊണ്ട് വന്നപ്പോ തന്നെ അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞു മരിച്ചു വരുന്ന പറയാം. പിന്നെ ഡോക്ടർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണം പോലും. അതെ, ഇവിടെ മുമ്പ് നോക്കിയിരുന്ന അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാ കുഞ്ഞിന്റെ സർജറി ഡേറ്റ് വരെ ഫിക്സ് ചെയ്താ. പിന്നെ കുഞ്ഞിന് എന്ത് പറ്റിയതാ? കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോകാൻ കാരണം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ മനസ്സിന് പുറത്തേക്ക് പോവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ദയേനെ കാണാനായിട്ട് ആഷിതയും കൂട്ടി ഇഷിതയും കൂടെ വരികയാണ്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വന്നു. മാഷ് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ? ദയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഇപ്പം ബോധം തെളിഞ്ഞിട്ടുണ്ട്, അത് ചില മാറ്റിയിട്ടുണ്ടെന്ന് പറയണം. ദൈവമേ ഭഗവാനെ, ഒരാപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് ആ മോള് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നു. ഒരു കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടത് ആഷിത പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അറിയാലോ, നമ്മുടെ ഇഷ്യൂവിന്റെ മേത്തായിരിക്കും എല്ലാവരും ചാടി കയറാനായിട്ട് വരുന്നേ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടാ. ഇനി ഞാൻ എന്തായാലും വെറുതെ ഇരിക്കത്തില്ല. ഇത്രയും കാലം ഞാൻ സഹിച്ചു, പക്ഷെ ഇനി ഞാൻ നടക്കില്ല എന്ന് പറയണം. ആ സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് മനസ്സിന് വരുവാണ്. മനസ്സിന് വന്ന ഉടനെ ഇഷിത ചോദിച്ചു, അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തല്ലേ? എന്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയല്ലേ എന്ന് ചോദിക്കണം. ആഷിത ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണേ? ഇതൊരു ഹോസ്പിറ്റലാന്ന് പറയണം. ഹോസ്പിറ്റലാണ് പോലും. ഇത് ഹോസ്പിറ്റലല്ല, ഇത് ചെറുത്താങ്കോട്ടയാന്ന് തോന്നേ. കണ്ടോ, ദുർമന്ത്രവാദിനെ ഇവള് കണ്ടില്ലേ? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മകന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ച. ഇത് നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞു തീർത്താ പോരായിരുന്നോ? പക്ഷെ അതിന് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇഷിതയുടെ കർണത്തടിക്കാനായിട്ട് കൈയും കൊണ്ട് ഓടിക്കൊണ്ടില്ലോ. പെട്ടെന്ന് ആഷിത ആ കയ്യിലും കയറി പിടിച്ചു. ദേ, തൊട്ടുപോകാതെ എന്റെ അനിയത്തിയെ. തൊട്ടുപോയിട്ടിനെ വിവരം അറിയുമെന്ന് പറയണം. നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ അനിയത്തിയ കാരണക്കാരിന്നോ? ഒരു കാരണവശാലും ഇല്ല. ദേ, അവൾ ഈ ഹോസ്പിറ്റലിലെ സിഎംഒ എന്ന് വിചാരിച്ചോണ്ട് ഇവിടെ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ടെന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല, എന്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ അവരെ കുറ്റപ്പെടുത്താൻ നിന്നാണ്ടല്ലോ. ഓഹോ, അപ്പൊ നീ ഇവളോടൊപ്പം ചേർന്നില്ലേ? അപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്, നിനക്കൂടെ ഇതിനകത്ത് പങ്കുണ്ടോന്ന്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേട്ടത്തി അനിയത്തിയും തമ്മിലുള്ള ഒത്തുകളിയും നാടകമൊക്കെ അത് വീട്ടില്. പക്ഷെ എന്റെ കുഞ്ഞാ പോയിരിക്കുന്നത്, എന്റെ മകന്റെ കുഞ്ഞ്. ഇത് ഞാൻ പൊറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എവിടെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന്. ഇപ്പൊ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളൂ. നീ അധികകാലം ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നില്ലേ? സീമയായിട്ട് ഇവിടെ കഴിയില്ലെന്ന് പറയണം. പിന്നീട് ഒരു കൊടുങ്കാറ്റ് പോലെ മനസ്സിനെ അങ്ങോട്ട് പോവാണ്. മനസ്സിനെ എന്നിട്ട് മാധവനോട്, മാധവൻ നീ വാ, നമുക്കൊണ്ട് പരാതി കൊടുക്കണമെന്ന് പറയാം. അമ്മേ പരാതി വരുന്നുണ്ടേ, വാ, ഇല്ല ഞാൻ തന്നെ പോയിക്കോളാന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കുവാണ്. പോലീസ് സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത്. SI രഘുവരന്റെ അടുത്ത് നിന്നാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. കാരണം കുഞ്ഞു മരിച്ചുപോയി ദുരൂഹത ആരോപിച്ചുകൊണ്ട് അങ്ങനെ ഡോക്ടർക്കെതിരെ ഹോസ്പിറ്റലിനെതിരെ പരാതി കൊടുക്കുകയാണ്. ഈ പരാതിയൊക്കെ കിട്ടുകഴിഞ്ഞ് ചെന്ന ഉടനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ വർമാജിനെ വിളിക്കണം. വർമാജി പറഞ്ഞു, എനിക്കറിയത്തില്ല സാർ, ഞാൻ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് വർമാജി ഹോസ്പിറ്റലിലേക്ക് വരിക. വന്നു കഴിയുമ്പോഴത്തേനും ഇഷിതയോടും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാം കേട്ടിരുന്നപ്പോൾ ഇഷിത പറഞ്ഞു, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല വർമ്മ സാറേ, അറിയാലോ, സാറിന് അറിയാലോ. കാരണം ഒരു കാരണവശാലും ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെടാനും നമ്മൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം
ഇഷിത ഡോക്ടർ അത്ര പെർഫെക്റ്റ് ആണെന്നറിയാം. അത് മാത്രമല്ല സേതുലക്ഷ്മി ഡോക്ടർ അത്ര മിടിക്കാണ്. അത് അവർ വന്നപ്പോൾ തന്നെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കാണെങ്കിൽ എന്നോട് പണ്ടത്തെ ഒരു ചുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ കുടുംബക്കാരാണ്, സ്വന്തക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ മനഃപൂർവ്വം കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് അവര് വരുത്തി തീർക്കുമെന്ന് പറയണം. വർമാജിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ വർമാജി പറഞ്ഞു, ഇത് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇവരിനി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നാളെ പറയും ഡോക്ടർ ഇഷിത ഇവിടെ മനഃപൂർവ്വം നരഹത്യ ചെയ്തു, അങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയണം. എനിക്കറിയാം വർമ്മ സാറേ, എന്ത് വേണമെന്ന് സാറിന് തീരുമാനിക്കാന്ന് പറയണം. വർമ്മ സാർ പറഞ്ഞു, ഇതേ ഇങ്ങനൊരു കംപ്ലൈന്റ് ഉണ്ടായതിന്റെ പേരിൽ ഒരു കാരണവശാലും ഞാൻ ആ CMO പദവിയിൽ നിന്ന് ഡോക്ടർ ഇഷിതനെ മാറ്റാണ്ട് ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല ഡോക്ടർ നല്ല കഴിവുള്ള ആളാന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഡോക്ടർ ഒന്നുകൂടും പേടിക്കണ്ടെന്ന് പറയണം. ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് മാഷ. കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ തന്റെ മോൾ ഇപ്പൊ തന്നെ വല്ലാത്ത പ്രതിസന്ധിയില്ല. അതിന്റെ കൂടെയാണ് അടുത്ത പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നത്. അവൾ നല്ലൊരു പദവിയിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായാൽ മാഷിന് നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്താണ് SI രഘുവരനും പോലീസുകാരും വനിതാ പോലീസ് എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത്. SI വന്നു കഴിയുമ്പോൾ മാഷ് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മാഷ് ചോദിച്ചു, എന്താ രഘുവരൻ, എന്താ ഇവിടെ നിന്ന് ചോദിക്കാം. അത് പിന്നെ മാഷെ ഹോസ്പിറ്റൽ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ ഇഷിതയ്ക്കെതിരെയും കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. കംപ്ലൈന്റോ? അതെ, ഇവിടെ നവജാത ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിലാണെന്ന് പരാതി എന്ന് പറയണം. തന്നിരിക്കുന്ന മനസ്സിനെന്ന് അവരുടെ പേരൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മാഷ്, ഇതൊരു കള്ളപ്പരാതിയാ രഘുവരാന്നൊരു കള്ളപ്പരാതിയാ. അതെ, ഇത് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളത്, അല്ലാതെ ഇതിനകത്ത് ഒരു സത്യം കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ ഗൈനക്കോളജി ഡോക്ടർ തന്നെ ആദ്യം പോയി കണ്ടു, ഡോക്ടർ പറയുന്നത് എന്താന്ന് കേട്ട് വന്നിട്ട് എന്റെ മോളെ കാണാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, രഘുവരൻ നേരെ ഗൈനക്കോളജി സേതുലക്ഷ്മിനെ കാണാണ്ട് ചെല്ലുവാണ്. സേതുലക്ഷ്മിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മി ഉള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എന്തേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരിൽ ഇനി എന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാനൊരു ഡോക്ടറാണ്. ഒരു കാരണവശാലും എത്തിക്സിന് നിരക്കാത്തായിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. ഒരു കുഞ്ഞിന് ജീവൻ കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം അത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. കാരണം ജീവൻ രക്ഷിക്കാനായിട്ടാ, ഇത്തിരിയെങ്കിലും ശ്വാസം ഉണ്ടെങ്കിൽ ആ ശ്വാസം പിടിച്ചു വെക്കാനായിട്ടാ ഡോക്ടർമാർ ശ്രമിക്കുന്നത്. അല്ലാതെ അയാളെ കൊന്ന അയാളുടെ ജീവൻ കളഞ്ഞ് അയാളെ പരലോകത്തേക്ക് വിടാനല്ലെന്ന് പറയണം. രഘുവരൻ പറഞ്ഞു, ഡോക്ടറുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഇവിടെ പരാതി വന്നപ്പോൾ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് ഡോക്ടർ ഇഷിതയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് സാർ. അതുകൊണ്ട് ഇതെങ്ങനെയായാലും ഇതിന്ന് ഈ ഊരാക്കെടുക്കുന്ന ഒഴിവായി തരണമെന്ന് സേതുലക്ഷ്മി ഡോക്ടർ പറയണം. കാരണം ഇഷിതേനെ നോട്ടം ഇട്ടിരിക്കുന്ന കാര്യം അവർക്കും മനസ്സിലായി. പിന്നീട് രഘുവരൻ കുറച്ച് അന്വേഷണമൊക്കെ നടത്തിയെന്ന് വരുത്തിയെടുത്തിട്ട് മാഷിനോട് പറഞ്ഞു, സാരമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി, ഞങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. കാരണം കുഞ്ഞ് ഇവരുടെ കൈപ്പഴ കൊണ്ട് മരിച്ചല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ അതിന് തെളിവ് സാധനം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നല്ലോ അതിനകത്ത്. ആ തെളിവും കാര്യങ്ങളും എല്ലായിടത്തും അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ടു. അവരങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ മനസ്സിനെനിക്ക് സഹിച്ചില്ല. മനസ്സിനെ എന്ത് ചെയ്യണം, കട്ട കലിപ്പായിപ്പോയി. മനസ്സിനെ എന്ത്, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകണം. ഇനി ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ മാധവേ നിന്റെ ഭാര്യനെ കൂടെ കിട്ടിയെന്ന് വരത്തില്ലെന്ന് പറയണം. പിന്നീട് എന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറയണം. അങ്ങനെ ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങുക. ഈ സമയത്ത് സേതുലക്ഷ്മി ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഡിസ്ചാർജ് വാങ്ങി വേറെ എങ്ങോട്ട് കൊണ്ടുപോയാലും നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയണം. പക്ഷെ പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ എൻ്റെ ഭാര്യയെ കിടത്തുന്നില്ല, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് എഴുതി തരുന്നുണ്ടെന്ന് ചോദിക്കാം. അവസാനം ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം പോകാമെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാമെന്ന് എഴുതി കൊടുത്ത് അങ്ങനെ ഡിസ്ചാർജ് സമ്മറി ഒക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ പോകാൻ നേരം മാഷും ഇഷിതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇഷിത നേരെ എന്ത് ചെയ്യുവാണ്, ഇഷിതയ്ക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇഷിത നേരെ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്, ദയയുടെ മുറിയിലേക്ക്. ദയക്കാണെങ്കിൽ ഇഷിതയെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെന്നിട്ട് ദയ ചോദിച്ചു, അല്ല നിന്നെ എൻ്റെ മാധവ് ഉപേക്ഷിച്ചല്ലാരും ചോദിക്കണം. ഇത് കേട്ടത് ഒരു നിമിഷം ഇഷിതയെല്ലാം ഞെട്ടലുണ്ടായി. എന്നിട്ട് വീണ്ടും എന്തിനാടി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ? എനിക്കറിയാം മാധവിനെ കിട്ടാത്തതിന്റെ ദേഷ്യം നീ തീർത്തല്ലേ. ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് അമ്മ പറഞ്ഞ, പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ കൂട്ടാക്കില്ല. അങ്ങനെ കുറച്ചുകൂടെ ഞാൻ വേദന സഹിക്കുമായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പം ജീവനോടെ ഉണ്ടാവുമായിരുന്നു. വെറുതെ അല്ല നിനക്ക് പ്രസവിക്കാൻ കഴിയാതെ പോയത്. നിന്റെ മനസ്സ് അത്രയ്ക്ക് കളങ്കിതവാ. നീ ഒരിക്കലും നന്നാൻ പോലേ, നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ കുഞ്ഞിനെ കിട്ടാൻ പോയില്ല. കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ ശാപവാക്കളത് നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുകയാണ്. അവിടെ നിന്ന് ഇഷിതയുടെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകി. ഇഷിത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോരുവാണ്. ഇഷിതയ്ക്ക് മനസ്സിലായി, കാരണം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളുടെ സിറ്റുവേഷൻ അവൾക്ക് പോലും അറിയത്തില്ല. ഡിസ്ചാർജ് ഒക്കെ വാങ്ങി അവരങ്ങനെ പോകാനായിട്ട് കാറിലേക്ക് കയറുന്ന സമയത്ത് ആഷിത പോയി ഇഷിതയോട് പോട്ടെ മോളെ എന്ന് പറയണം. വന്ന് കയറുന്നുണ്ട് കയറിയെന്ന് പറയണം. അല്ല നീ ഒരു കാര്യം ചെയ്യാം, അവരുടെ പൊക്കോളം പറയണം.
പിന്നീട് നേരെ മാഷിന്റെ അടുത്തേക്ക് എന്നിട്ട് മനസ്സിന് പറഞ്ഞു, മാഷേ നമുക്ക് വീണ്ടും കാണാട്ടോ, ഞാൻ വരും. കാരണം ഇപ്പോഴവൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ അവള് കരയുന്ന ഒരു ദിവസം, ആ കരയുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, ആ കരച്ചിൽ കാണാൻ വേണ്ടിട്ട് നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോവാണ് മനസ്സിന്. ഇത് മഹേഷിനൊക്കെ വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നീട് കാണിക്കുന്ന ചിപ്പിമോള് താഴെ വന്ന് ടി വി ഒക്കെ വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാർട്ടൂണൊക്കെ നല്ല സൗണ്ട് വെച്ച് ചിപ്പിമോള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശം കൊണ്ടിരുന്നത്. ആകാശനാണ് ചിപ്പിമോളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ചിപ്പിമോള് കണ്ടുകൊണ്ടിരിക്കണത്തിനും ആകാശം അങ്ങോട്ട് വന്നിട്ട് ആ റിമോട്ട് അങ്ങോട്ട് പിടിച്ചു വാങ്ങി അത് ഓഫ് ചെയ്തു. അപ്പൊ ചിപ്പിമോള് എന്തിനാ ഓഫ് ചെയ്യുന്നേ, ആ റിമോട്ട് ഇങ്ങോട്ടാ, എനിക്ക് കാണണം എന്ന് പറയണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇതേ മര്യാദയ്ക്ക് അടങ്ങി ഒരു ഇന്നോണെന്ന് പറഞ്ഞ് കൈ വീശുവാണ്. പെട്ടെന്ന് ചിപ്പിമോൾ പറഞ്ഞു, ഇതേ എന്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ടി വി വെച്ചേ, എനിക്ക് ടി വി കാണണം എന്ന് പറയാം. അവളും അവളുടെ ഒരു അമ്മയും എന്ന് പറയണം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നുണ്ടോ, കയറി പൊടിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് സൗദാമി വന്നിട്ട്, അല്ല അത് പിന്നെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി വി വെച്ച് കൊടുക്കാണ്ട് ചിപ്പിമോൾക്ക്, അതാന്ന് പറയാണ്. അതെ മാഡം പറയുന്ന നീ അനുസരിക്കണ്ട, പറഞ്ഞിട്ടുള്ള നിനക്ക് ശമ്പളം തരുന്ന ആരാ, ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറയണം. മര്യാദയ്ക്ക് ഇവിടെ വിളിച്ചോണ്ട് പോവാൻ നോക്കിയോ, ഇവിടെ കൺമുന്നിൽ പോലും കണ്ടേക്കളെന്ന് പറയണം. ചിപ്പിമോൾക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ. ചിപ്പിമോള് വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമ്പോൾ സൗദാമിനെ ചേർത്ത് പിടിക്കുകയാണ്. വാ മോളെ സാരമില്ല പോട്ടെ, നമുക്ക് പിന്നെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിമോളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.